ഇന്നിപ്പോ സ്കൂളൊക്കെ ലീവ് ആയതുകൊണ്ട് ബിയമോള് ഞാനും ബറാബ പറിക്കാൻ ഇറങ്ങിയതാണ്. ഇതൊക്കെ ബറാബ അടിയിൽ വീണെടുക്കുന്നതാണ് കൂടുതലുള്ളത്. മരത്തിനെക്കാട്ടും കൂടുതൽ താഴെ വീണിട്ടുണ്ട്. അപ്പൊ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തതാ ബറാബന്റെ. കുറച്ച് കഴിച്ചില്ലേ, അതാ ബിയമോള് കഴിക്കൽ തുടങ്ങി. അപ്പൊ അന്ന് കുറെ പച്ച ആയതൊക്കെ ഇപ്പൊ ഒക്കെ പഴുത്തിട്ടുണ്ട്. വീണ്ടും കുറെ പച്ചയൊക്കെ ഉണ്ട്, എന്നാലും കണ്ടില്ലേ ഇഷ്ടം പോലെ ബറാബ. നമുക്കേ ഇന്ന് ബറാബ അരച്ചിട്ട് ഉപ്പിലിടാൻ പോവാ കേട്ടോ. ബിയമോള് സ്കൂളിലേക്ക് കുറെ ഉപ്പിലിട്ടൊക്കെ കൊണ്ടുപോയിട്ട് ഭയങ്കര ആരാധകരപ്പം എല്ലാരും പറഞ്ഞിട്ടുണ്ട് അല്ലേ ബറാബ ഉണ്ടായാല്. ഒന്ന് പഴുത്ത നോക്കിയിട്ട് ബിയമോളും പറിച്ചോ ഞാനും പറിക്കട്ടെ കേട്ടോ. ബിയമോൾക്കൊക്കെ എത്ര താഴെ തന്നെ ഉണ്ട്. ബിയർ കൊല പറിച്ചു നോക്കി, നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെയൊക്കെ ഉണ്ട് ബിയ, വേഗം പറിച്ചോ. ഇവിടെ നോക്കി താഴത്തെ കമ്പിലൊക്കെ അടിയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇഷ്ടം പോലെ സാധനം ഉണ്ടായിട്ടുള്ളത്. മുകളിലുള്ളൊന്നും വേണ്ട, റിസ്ക് എടുത്തൊന്നും പറിക്കണ്ടല്ലേ, എന്നാൽ വേഗം പറിച്ചോ. ബിയ കിട്ടിയൊരു വലിപ്പം നോക്കി, നല്ല വലിപ്പമുണ്ട് കേട്ടോ. ബറാബ ഈ സമയത്ത് മഴ പെയ്തപ്പം പറയല്ലോ, നിങ്ങൾക്ക് മഴ പെയ്തുകൊണ്ട് നല്ല വലിപ്പമുണ്ട്. നമ്മൾ വേനലിൽ ഉണ്ടാകുന്നതിലും മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല വലിപ്പം ഉണ്ടാവും. വേഗം പറിക്കട്ടെ. ഇപ്പൊ ബിയമോള് പറിച്ചണ്ടില്ലേ, ഇത് നല്ല പഴുത്തതാട്ടോ. നല്ല പഴുത്ത് കഴിഞ്ഞാൽ ഇതിനെ കയമ്പ് കുറച്ച് കുറയും. ഇത്ര കയമ്പേ ഉള്ളൂ അല്ലേ, പക്ഷെ നല്ല ടേസ്റ്റ് ചെയ്യും. കുറച്ച് മധുരം കൂടുതൽ ഇത്ര പഴുത്താലാണ്. മറ്റേ കുറച്ച് പുളിരുചി ആയിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ പറിച്ചതൊക്കെ അധികം മുകളിലേനു, ഇത് കണ്ടില്ല അധികം താഴെ ഉള്ളത്. പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്, വീണ് കിടക്കുന്നതന്നെ കണ്ടില്ല അത്രയുണ്ട്. അപ്പൊ അടുത്തുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മൾ വീഡിയോ കണ്ടിട്ട് വന്നവർക്കൊക്കെ ബറാബ ചാക്കണക്കിന് കൊണ്ടാവും, അത്രയും ബറാബ ഉണ്ട്. ഇപ്രാവശ്യം ഞാൻ പറയുന്നത് കുറച്ച് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതായിട്ട് അധികം ഉപ്പിലിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കുറെ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ട് വൈനൊക്കെ ഉണ്ടാക്കാന്ന്, ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പൊ ബറാബൊക്കെ വൈൻ ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, നമുക്ക് അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മൾ ചാമ്പയൊക്കെ അല്ലേ വൈൻ ഇട്ടിട്ടുള്ളൂ, അങ്ങനെ ചാമ്പി നെല്ലിക്കൊക്കെ. ഇതങ്ങനെ വൈൻ ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ മാങ്ങ പറിച്ച സമയത്ത് നമ്മൾ പുളി വരാതൊക്കെ പഴുപ്പിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്തപോലെ ഇതായിട്ടൊക്കെ എന്തൊക്കെ ഐറ്റം ഉണ്ടാക്കാന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്താൽ നമുക്ക് അതുപോലെ ഉണ്ടാക്കി നോക്കാം. അത്രയുണ്ട്. ബറാബിയും ചെറികളൊക്കെ നമ്മളിത് കഴിക്കുന്നതിന് രസമാണ്. ഇതൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ. നമ്മൾ വീടിന്റെ മുന്നിലൊക്കെ ഇതുപോലെ മരം ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പൊ ഒരു ഷോയ്ക്കും കൂടെ നമുക്ക് ഇതൊക്കെ നട്ടുണ്ടാക്കട്ടോ, അങ്ങനെ നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. ഇങ്ങോട്ട് നോക്കി എത്രയേ ഉള്ളത്, ഏതാ പറിക്കേണ്ടത് എങ്ങനെ പറിക്കേണ്ടത് ഒന്നും അറിയുന്നില്ല. നമ്മളെ ബറാബയുടെ ഇലയൊക്കെ കണ്ടില്ലേ, ഒരു ഫംഗസ് വന്ന പോലെ. പിന്നെ ഇവിടെയൊക്കെ കണ്ടോ, നമ്മൾ വെയിലൊക്കെ ഓവർ കൊണ്ടിട്ട് ഒരു വാടിപ്പോവില്ലേ, നമ്മൾ തീയൊക്കെ ഇട്ട് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ചൂട് തട്ടിയാലൊക്കെ വാടുന്ന പോലെ ഇലകൾക്കൊക്കെ ഒരു വാട്ടുണ്ട്. എന്താ രോഗം എന്നറിയില്ല. പിന്നെ കമ്പിലൊക്കെ ഒരു ഫംഗസ് പോലെ മുഞ്ഞയുടെ ശല്യമുള്ള പോലെ ഉണ്ട്. ഈ അധികം ഇങ്ങനത്തെ മുഞ്ഞയൊക്കെ കാണുന്നത് നമ്മൾ അവക്കാഡോന്റെ തണ്ടിലൊക്കെയാണ്. അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നതിൽ ഫ്രൂട്ട്സ് ഒക്കെ നല്ല കൃഷി ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പൊ ഈ ഇങ്ങനത്തെ രോഗമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെന്ത് മരുന്ന് അതിന് ചെയ്യലെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്താൽ നമുക്കൊന്ന് ചെയ്തു നോക്കായിരുന്നു. ഇതുവരെ ഇത്രയും കാലമായിട്ട് നമ്മളെ ബറാബയ്ക്ക് ഒരു രോഗം വന്നിട്ടില്ല. ഇപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത് കാണുന്നത്. വളവും കാര്യങ്ങളൊക്കെ നമ്മൾ കാപ്പിക്ക് ഇടുന്ന സമയത്ത് വളമൊക്കെ ഇട്ട് കൊടുത്തതാണ്. പിന്നെ നമ്മൾ ചാണകപ്പൊടി ഇടയ്ക്ക് ഇട്ട് കൊടുക്കും. പിന്നെ കാപ്പിക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ യൂറിയും പൊട്ടാഷൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കോംപ്ലക്സ് വളം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാ കാപ്പിക്ക് വളരുന്ന എല്ലാ സമയത്തും എല്ലാ ഫ്രൂട്ട്സിനും ഇട്ട് കൊടുക്കുന്നതാണ്. ഇപ്പം എന്താണെന്ന് അറിയില്ല, വളക്കുറവ് കൊണ്ടാണോ ഇനി വേറെ എന്തെങ്കിലും രോഗമാണോ എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനുള്ള മരുന്നുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കായിരുന്നു. അപ്പോളേ ഇതുവരെ മഴ ഇല്ലായിരുന്നു, ഇപ്പൊ മഴ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. ഇപ്പൊ പെയ്യും തോന്നുന്നു. കുറച്ച് വെയിലായപ്പോ ഞാനും ബിയമോളും വേഗം ഇറങ്ങിയതാ. ഇത് മതി ബിയ, നമുക്ക് കുപ്പി അത്രേ ഉള്ളൂ. നമ്മളെല്ലാം ഉപ്പിലിട്ടിട്ട് നമ്മളെ കുപ്പി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇട്ടിട്ട് ഇത് കഴിഞ്ഞിട്ട് വേഗം അടുത്ത് ഇടാം അല്ലേ. നമ്മളെ ചില്ല് ഭരണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസം നമ്മൾ ഓരോന്ന് ഉപ്പിലിടുക അച്ചാറൊക്കെ ചെയ്യുന്നത്. അത് നമുക്ക് വേഗം പോയിട്ട് ഉപ്പിലിടുന്ന കൂടെ കാണിച്ചു തരാം. സിമ്പിളാണ് ഉപ്പിലിടുന്നത്, എന്നാലും ഞങ്ങൾ ഇന്ന് ഇത് ഉപ്പിലിടുന്ന എന്തായാലും കാണിച്ചു തരാം. അപ്പൊ പോലെ ബിയ മഴ ഇടുന്ന വേഗം വിട്ടോ. അപ്പൊ നമ്മളിതാ ബറാബയൊക്കെ നല്ല വൃത്തിയായി കഴുകി നല്ല വലിപ്പമുള്ള നോക്കിയായിട്ട് എടുത്തത്. നമ്മൾ പറിച്ചെല്ലാം നമുക്ക് ഉപ്പിലിടാൻ കഴിയില്ല, നമ്മളെ ഭരണിക്ക് കൊള്ളൂല. അപ്പൊ നല്ല ഇതുപോലത്തെ അടിപൊളി നോക്കിയെടുത്ത് കഴുകി സെറ്റാക്കി. ഇനി നമുക്ക് ഇതൊന്നേ ഒന്നുകൂടെ ഒന്ന് ഉപ്പിലിടുമ്പോൾ ഒന്ന് വെള്ളം വലിയണം. അതിമുള്ള നമുക്കിതാ ഈ തുണിയിൽ ഒന്നും കൂടെ ഒക്കെ പോകണ്ടോ നിരത്തിയിടാം, വേഗം വെള്ളം വലിഞ്ഞോളും. പറിച്ചത് കുറേ ഉണ്ട്, പക്ഷെ ഉപ്പിലിടാൻ നമ്മൾ ഇത്ര എടുത്തിട്ടുള്ളൂ. ഒന്ന് മൂടിയിട്ട് നല്ല ഒന്ന് എന്നിട്ട് ഉരുട്ടിയാതില്ലേ. ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞാൽ വേഗം വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു പോകും. എങ്ങനെ നമുക്ക് കുപ്പി തികയുക? ഇത് കണ്ടില്ലേ, നമ്മളെ ഒന്നിൽ അമ്പഴ ഇട്ടിട്ടുണ്ട്, ഇതിലേതാ ആപ്പിൾ ചെറിയൊക്കെ കഴിഞ്ഞ് കുറെ എടുത്ത് പോയില്ലേ. ബി എന്ന് സ്കൂളിലോട്ട് കൊണ്ടുവന്നത്. ഇതൊക്കെ കണ്ട കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. എല്ലാത്തിനും നമ്മള് കാന്താരി മുളക് ഇടുന്നതുകൊണ്ട്
എരിവ് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കുറച്ചുകൂടെ ഇനി ചില്ല് ഭരണി കൊണ്ടുവരണം നമുക്ക്. നമ്മൾ കൊടുന്നത് മൊത്തം കഴിഞ്ഞു. നമ്മൾ 1 ഡസൻ അല്ലേ, 12 എണ്ണം, 6 എണ്ണം വെച്ചിട്ട് 1 ഡസൻ എടുത്തായിരുന്നു. 12 ചില്ല് ഭരണി നമ്മൾ പുതിയത് ഇപ്പോൾ കൊടുന്നു, അതും കഴിഞ്ഞു. ഇനി നമുക്ക് മാങ്ങയൊക്കെ, നമ്മൾ ഇന്നലെ പറിച്ച മാങ്ങ ഉണ്ടല്ലോ രാജുവേട്ടൻ്റെ വീട്ടിൽ നിന്ന്, അപ്പം അതിൽ നമ്മൾ പച്ചമാങ്ങ അങ്ങനെ വിണ്ടേറി മാങ്ങ എടുത്തിന് അതിൻ്റെ ഒരു സൈഡൊക്കെ ചെത്തിയിട്ട് അത് ഉമ്മനി അച്ചാറിടാൻ വേണ്ടിയിട്ട് റെഡിയാക്കണം. അതിന് കുപ്പി ഇല്ല ഇപ്പോൾ. അപ്പം നാളെ പോയിട്ട് ഇനി അടുത്ത കുപ്പി സെറ്റാക്കണം. അപ്പം നമ്മളെ വറാബയിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം എടുത്ത് ഉപ്പിലിടാം. ഇതാണ് നമ്മൾ ഇന്നും കാണിക്കുന്നുള്ള ഒരു മീഡിയം ചില്ല് വരണേ കേട്ടോ, അധികം വലിപ്പമില്ല. കുറച്ച് വറാവ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ആപ്പിൾ ചെറിയ നമുക്ക് പിടിച്ചിട്ട് ഇങ്ങോട്ട് ഒതുങ്ങാതെ തന്നെ ഇട്ട ബൗളിൽ ഫുള്ളായിട്ട് ഇത്രയും വറാബ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ കുറച്ച് ഇടുന്നുള്ളൂ, നല്ല എരിവുള്ള നമ്മളെ ഒറിജിനൽ കാന്താരി മുളക് കേട്ടോ. കാന്താരി ഇങ്ങനെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളെല്ലാ വീഡിയോയിലും പറയലുണ്ട്. ലാസ്റ്റ് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്തൊക്കെ ഇത് പൊന്തിപ്പോവും. അപ്പം അതുകൊണ്ട് അങ്ങനെ എന്നാലും പൊന്തും, അപ്പോൾ ഒന്ന് കുടുങ്ങി നിന്നോളും ഇങ്ങനെ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് കുറച്ചിട്ട് കൊടുക്കും. ഇനി ഇതാ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം, മതി. ഉപ്പ് മുകളിലിട്ടാലും മതി, എന്നാലും നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കറക്റ്റ് പിടിച്ച് കിട്ടിക്കോളും. പിന്നെ ഒരു രസമല്ലേ ലെയർ ലെയറായിട്ട് നമ്മളിങ്ങനെ വൈനൊക്കെ ഇടുമ്പോൾ പഞ്ചസാരയും ഒക്കെ വെല്ലമൊക്കെ വെച്ച് കൊടുക്കുന്ന പോലെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താലും ഭംഗിയല്ലേ. മതി. കുറച്ച് മുളക് കിട്ടോ. ഉപ്പ് എന്നാ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തൊന്നുമില്ല, ഞാൻ വറാബ് അങ്ങനെ എടുത്തിട്ടോളാം. ഉപ്പിട് പോരാ. മുളക് എത്ര മതി, മുളക് കൂടുതൽ വേണ്ട. ഇത് മധുരമുണ്ട്. അപ്പം ഇപ്പം നല്ല മൂത്തതൊക്കെ ഉണ്ടല്ലോ, മൂത്തല്ല ഇതുപോലെ പഴുത്തതൊക്കെ നല്ല മധുരമുണ്ട്. അപ്പൊ കുറച്ച് എരിവ് വന്നാലും മധുരം എരിവ് കൂടെ എന്തായാലും ടാലി ആയിക്കോളും. അപ്പൊ നമ്മളെല്ലാം ഇട്ട് കഴിഞ്ഞതാ. കുറച്ചും കൂടെ ഉപ്പ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് ഇടുന്നതുകൊണ്ടാണ് കുറച്ചിടുന്നത് കേട്ടോ. ഉപ്പ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലതാ തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ. വെള്ളം നമ്മളൊരു 3/4 ഭാഗം ഒഴിച്ചു കൊടുക്കണം. ഇത് മതി, കുറച്ചുകൂടെ. ഇനി അതിൻ്റെ മുകളിൽ വിനെഗർ 1/4 ഭാഗം. എപ്പോഴും നമ്മൾ ഉപ്പിലിടുമ്പോൾ വിനെഗറിനല്ല, നല്ല പുളിയും മധുരത്തിനൊക്കെ ഈ വിനെഗറും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല സെറ്റാണ്. കുറച്ച് വെള്ളം കൂടെ മുങ്ങാൻ, നല്ലത് മുങ്ങി. ഓക്കെ, എല്ലാം മുങ്ങിയിട്ടുണ്ട്. ഉപ്പിന് കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നല്ലൊന്ന് ടൈറ്റ് ആക്കി. മുളകൊക്കെ കുടുങ്ങിയിട്ടുണ്ട്, പ്രാവശ്യം മുളക് പൊന്തിയിട്ടില്ല. മുളകൊക്കെ ഉണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തുക ഉണ്ടോ, ഇളകുമ്പോഴത്തിന് മുളക് പൊന്തി വരും. മുളക് കയറി വരുന്നതൊക്കെ കണ്ടോ, അങ്ങനെ കയറി വരാണ്ട് കുലുക്കി കഴിഞ്ഞാൽ എല്ലാ മുളക് മുകളിലെത്തും. നമ്മൾ വെറുതെ ഇട്ട് കൊടുക്കാന് ചിലൊക്കെ ഇങ്ങനെ കുടുങ്ങി കിടക്കണ്ട, ഒക്കെ പൊന്തുണ്ട്. ആരെ പിടിച്ച് പ്രഷർ ചെയ്യുന്ന താഴെ ഇങ്ങനെ പൊന്തിക്കുന്ന പോലെ മുളക് മുകളിലെത്തുക. അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വറാബ് ഉപ്പിലിട്ടുണ്ട്. ഇതിപ്പോ പെട്ടെന്ന് കഴിയിട്ടു, 2 ദിവസം കൊണ്ട് തന്നെ വേഗം പിടിക്കും. നമ്മൾ ഇതിന് മുന്നിട്ടത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും നമ്മൾ അടുത്തത് വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് സെറ്റ് ആക്കിയത്. കുറെ എടുത്ത് വെച്ചാലൊക്കെ ഇത് അപ്പൊ എപ്പോഴും ഇത് ആവശ്യത്തിനുള്ള നമ്മൾ ഉപ്പിലിട്ടൊക്കെ കുറെ ഇട്ട് വെച്ചാൽ ചിലപ്പോൾ ഇതിന്റെ ഒരു മടുത്തുവോ നമ്മൾ ടേസ്റ്റ് കുറെ കഴിച്ചിട്ടൊക്കെ. അപ്പൊ ഇത് ബിയമോളിന് കുറെ ആള് ബുക്ക് ചെയ്തിട്ടുണ്ട്, ബിയമോളോട് കൂട്ടുകാര് ഉച്ചക്ക് കൊണ്ടുപോകാനായിട്ട്. ഇതാ ഈ സാധനം നമ്മളെ ആപ്പിൾ ചെറിയാണ് ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ അടുത്ത നേരെ ബറാമേക്കന് വരും. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയില്. അപ്പൊ ഇതുള്ളവരൊക്കെ ഒന്ന് ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചോളി. ഇനി അങ്ങോട്ട് ഇത് കഴിയും. ഇപ്പൊ നിറച്ചുണ്ട് നമ്മുടെ മരത്തിലൊക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനോടൊക്കെ ഒരു കൊതി വരും, ആ സമയത്ത് ഉണ്ടാവില്ല. പിന്നെ ഇവിടെ അടുത്തുള്ളവരൊക്കെ വന്നാൽ ഇഷ്ടംപോലെ ബറാവ കൊണ്ടുപോകട്ടോ. എല്ലാവരും പോരി, എല്ലാവർക്കും എല്ലാം കവർ നിറച്ചതിന് ബറാവിയും തരാം. വീഡിയോ ഇവിടെ നിർത്താൻ കേട്ടോ.